ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എന്താ വെച്ചാൽ ടോപ്പിക്ക് നിഫ്റ്റാണ്. എന്താ കാരണം എന്താ വെച്ചാൽ കുറേ ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജസ് വരുന്നുണ്ട്. എങ്ങനെയാണ് കോഴ്സ്, എങ്ങനെയാണ് എക്സാം, എങ്ങനെ എൻട്രൻസ് എക്സാം എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് ആയിട്ടുണ്ട്, ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയെല്ലാം ചോദിച്ച് കുറേ മെസ്സേജസ് വരാറുണ്ട്. പിന്നെ എങ്ങനെയാണ് BF.Tech എടുത്തിട്ട് ഇപ്പോൾ ഇത് വേർത്താണോ, എന്താണ് പഠിക്കുന്ന എന്താ കാര്യങ്ങൾ, അങ്ങനെ ചോദിച്ച് കുറേ മെസ്സേജ് വരാറുണ്ട്. അപ്പം അതിനെപ്പറ്റി ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് തന്നെ പറയാനുള്ളത്, ഡിസൈനിങ്ങിലും ക്രിയേറ്റിവിറ്റിയിലും കഴിവുള്ള കുട്ടികളെ അധികവും നോക്കി കാണുന്ന ഒരു കോളേജാണ് നിഫ്റ്റ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. നിഫ്റ്റിന് തന്നെ 19 സെൻറ്റർ ഉണ്ട്, 19 ക്യാമ്പസസ് ഉണ്ട്. അതിൽ കേരളത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, കണ്ണൂരാണ്. ബാച്ചിലർ ഡിഗ്രി കോഴ്സിനാണ് നമുക്ക് 2 തിരിക്കാം, BDESഉം BF.Techഉം. അപ്പം BDESലാണ് ഡിസൈൻ സംബന്ധിച്ച കോഴ്സുകളൊക്കെ വരിക. BDESൽ അണ്ടറിൽ വരുന്ന കോഴ്സ് എന്തൊക്കെയാ വെച്ചാൽ ഫാഷൻ കമ്മ്യൂണിക്കേഷൻ, ഫാഷൻ ഡിസൈനിങ്, ടെക്സ്റ്റൈൽ ഡിസൈനിങ്, നെറ്റ്വെയർ ഡിസൈനിങ്, ഇതൊക്കെയാണ് കണ്ണൂർ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാണ്ട് ആക്സസറി ഡിസൈനിങ് ഉണ്ട്, ലെതർ ഡിസൈനിങ് ഉണ്ട്, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. കണ്ണൂർ പ്രൊവൈഡ് ചെയ്യുന്ന UG കോഴ്സുകൾ വെച്ചെങ്കിൽ BF.Techഉം പിന്നെ ഞാൻ ഈ ഡിസൈനിൽ പറഞ്ഞ ഇത്രയും കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ PG ആയിട്ട് MDESഉം ഉണ്ട്, MFM ഉണ്ട്. പിന്നെ ഇതിൻ്റെ എക്സാമിൻ്റെയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം അപ്ലൈ ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. ഡിസംബർ 8 തുടങ്ങിയിട്ടുണ്ട്. 2026 ആപ്ലിക്കേഷൻ പോർട്ടൽ തുറന്നിട്ടുണ്ട്. അതിന് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജനുവരി 6, 2026 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ അത് എല്ലാവരും പോയി അപ്ലൈ ചെയ്യുക, ഇഷ്ടമുള്ളവർക്ക് പോയി അപ്ലൈ ചെയ്യുക, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. കൂടാതെ ഇപ്പം 6-നുള്ളിൽ ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ലേറ്റ് ഫീ അടച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ലേറ്റ് ഫീ എന്തോ 5000 അങ്ങനെ എന്തോ ആണ് ലേറ്റ് ഫീ വരുന്നത്, നിങ്ങൾ അന്വേഷിക്കുക. അതിനും എന്തോ ഒരു സമയപരിധി ഉണ്ട്, എത്രയോ ഡേറ്റ് വരെയാണ് അതിന് ടൈം കൊടുക്കാറ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും പോയി അപ്ലൈ ചെയ്യുക. 2026 ഡേറ്റ് വന്നിട്ട് ഫെബ്രുവരി 8 ഈ നെക്സ്റ്റ് ഇയർ ഈ വരുന്ന എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഫെബ്രുവരി 8. അപ്പം എല്ലാവരും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക എക്സാമിന് വേണ്ടിയിട്ട്. പിന്നെ എക്സാമിൻ്റെയിലേക്ക് വരുന്ന സമയത്ത് BDESനും BF.Techനും എക്സാമിൻ്റെയിലാണ് വ്യത്യാസം വരിക. BDES ആർക്ക് എന്താ വെച്ചാൽ CATും ഉണ്ടാവും, GATും ഉണ്ടാവും. CAT എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റ്, GAT എന്ന് പറഞ്ഞെങ്കിൽ ജനറൽ എബിലിറ്റി ടെസ്റ്റ്. അപ്പോൾ 2 ടെസ്റ്റുകളും BDESകാർക്ക് എഴുതാനുണ്ടാവും. പക്ഷെ BF.Techകാർക്ക് അങ്ങനെയല്ല. BF.Techകാർക്ക് GAT മാത്രമേ ഉണ്ടാവൂ, ജനറൽ എബിലിറ്റി ടെസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ വരിക എന്താ വെച്ചാൽ മാത്സ് ഉണ്ടാവും, ഇംഗ്ലീഷ് ഉണ്ടാവും, ജനറൽ നോളജ് ഉണ്ടാവും, അങ്ങനത്തെ സംഭവങ്ങൾ. പെർസ്പെക്റ്റീവ്സ്, മറ്റേ ക്രിയേറ്റീവ് സംഭവങ്ങളൊക്കെ ആയിരിക്കും CATൽ വരിക എക്സാമിൽ. ഡിസൈനിങ്ങിനെ കുറിച്ച് എനിക്ക് അത്ര അറിഞ്ഞൂടാ, കാരണം ഞാൻ BF.Tech മാത്രമേ എഴുതിയിട്ടുള്ളൂ, BDES ഞാൻ എഴുതിയിട്ടില്ല. നമുക്ക് നിങ്ങളെ ഇതനുസരിച്ച്, നിങ്ങളെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം BDES ആണോ BF.Tech ആണോ എന്ന്. BF.Tech എഴുതണമെങ്കിൽ മാത്സ് ബാക്ക്ഗ്രൗണ്ട് വേണം, കാരണം സയൻസ് വേണം. പക്ഷെ BDESന് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. നമുക്ക് ഏത് കോഴ്സ് എടുത്തവർക്കും വേണമെങ്കിൽ BDES എഴുതാൻ പറ്റും. സയൻസ് ആവാം, കൊമേഴ്സ് ആവാം, അങ്ങനെ പരിധികളൊന്നുമില്ല. ഏത് സ്ട്രീം എടുത്താലും നമുക്ക് BDES എക്സാം എഴുതാൻ പറ്റും. പക്ഷേ BF.Tech അങ്ങനെയല്ല, മാത്സ് വേണം. അതായത് സയൻസ് എടുത്ത കുട്ടികൾക്ക് എഴുതാം. പിന്നെ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ അവർ നിഫ്റ്റിൻ്റെ മെയിൻ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ എല്ലാം അറിയാൻ പറ്റും. കാരണം ഇവരെല്ലാം വെബ്സൈറ്റ് വഴി അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോഴേ നമുക്ക് നോട്ടിഫിക്കേഷൻ തരും, വെബ്സൈറ്റ് വഴി നോട്ടിഫിക്കേഷൻ തരും. അപ്പം എന്ത് ഡീറ്റെയിൽസും നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. ഓക്കെ, വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുക്കാം. CATും എന്താ വെച്ചാൽ ഒരു പ്രിലിമിനറി റൗണ്ടാണ്. അപ്പം BF.Techകാർക്ക് GAT കഴിഞ്ഞ് എക്സാം റാങ്ക് വന്നു, ഓക്കെ. പക്ഷെ BDESകാർക്ക് അങ്ങനെയല്ല. അവർക്ക് ഇനി അതിൽ കിട്ടിക്കഴിഞ്ഞാൽ, അതിനൊരു റാങ്ക് വന്ന് അതിൽ കിട്ടി എന്നുള്ളൊരു വന്നാൽ അവർക്ക് സ്റ്റുഡിയോ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റും കൂടി ഉണ്ട്. അപ്പം അതിനെപ്പറ്റി എനിക്ക് വലിയ അറിവില്ല, കാരണം ഞാനത് എഴുതാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. അറിയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ അന്വേഷിക്കുക. അല്ലെങ്കിൽ BDES എടുത്ത് ഏതും കുട്ടികൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം, ഇൻസ്റ്റഗ്രാമിലോ അങ്ങനെ എന്തുണ്ടെങ്കിലും ചോദിക്കാം. പിന്നെ അപ്ലിക്കേഷൻ ഫീസ് എന്തോ, ഞാൻ ചെയ്യുന്ന സമയത്ത് അപ്ലിക്കേഷൻ ഫീസ് എന്ന് വെച്ചാൽ ഒരു 3000 അങ്ങനെ എന്തോ ആയിരുന്നു ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ള സമയത്ത് ഞാൻ പേ ചെയ്തത്. ജനറൽ OBC NCL നിനക്ക് 3000, SC/ST അങ്ങനെ വരുന്നവർക്ക് 1500 സംതിങ് അങ്ങനെ എന്തോ ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടായത്. ഞാനിപ്പം സെക്കൻഡ് ഇയർ ആണ്, അപ്പോൾ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. എല്ലാ ഇയറും മാറാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ നിഫ്റ്റിൽ കിട്ടുകയെന്ന് വെച്ചെങ്കിൽ നമ്മൾ +1 കൊടുക്കുന്ന പോലെ അലോട്ട്മെൻറ്റ് വഴി തന്നെയാണ് നിഫ്റ്റിലും കിട്ടുക. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട്, ഫോർത്ത് റൗണ്ട്. അത് കഴിഞ്ഞാൽ അതിലൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ സ്പോട്ട് റൗണ്ട് ഉണ്ട്. അതിൽ നമ്മൾ 5000 രൂപ അതേ കൊടുക്കണം. എന്നിട്ട് നമ്മൾ സ്പോട്ട് റൗണ്ടിൽ നമുക്ക് വേണ്ട സ്ഥലങ്ങൾ മാത്രം കൊടുത്തിട്ട് നമുക്ക് അങ്ങനെയും ഒരു റൗണ്ട് ഉണ്ട്. കിട്ടി പോയാൽ പോയി, എല്ലാവരും ലക്കാണ്. അപ്പോൾ ഇത്രയും റൗണ്ടുകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ അലോട്ട്മെൻറ്റ് വഴിയാണ് ഞങ്ങൾക്ക് നിഫ്റ്റ് കിട്ടുക.
അപ്പോൾ നമ്മൾ സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് സൈറ്റ് പോയി വിസിറ്റ് ചെയ്യുക, അവർ സൈറ്റിൽ എന്തെങ്കിലും അപ്ലോഡ് ചെയ്ത് നോക്കുക, ടൈം ഉണ്ടാവും, ആ ടൈമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, അതൊക്കെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണത്. ഓക്കെ, അപ്പം വെബ്സൈറ്റ് എപ്പോഴും നോക്കുക. പിന്നെ വന്നിട്ടുള്ള മെയിൻ സംഭവം എന്ന് വെച്ചാൽ സ്കോളർഷിപ്പ് ഉണ്ടോയെന്നാണ്. സ്കോളർഷിപ്പ് ഉണ്ട്. സ്കോളർഷിപ്പ് വന്നിട്ട് ഇപ്പം കേരളത്തിലായതുകൊണ്ട് കണ്ണൂർ ഇ ഗ്രാൻസും കൂടി ഉണ്ട്. പുറത്തെവിടെയും ഇ ഗ്രാൻസ് കിട്ടില്ല. അപ്പം ഇ ഗ്രാൻസ് കേരളത്തിലുള്ള കുട്ടികൾക്ക് മാത്രമേ കിട്ടുള്ളൂ, അതായത് കണ്ണൂർ മാത്രം പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ ഇ ഗ്രാൻസ്. അപ്പോൾ പിന്നെ വരുന്നത് സാർത്തക്ക്, NSP, അങ്ങനത്തെ നാഷണൽ സ്കോളർഷിപ്പ്, അങ്ങനത്തെ കുറച്ച് സ്കോളർഷിപ്പുകളുണ്ട്. അപ്പം ഇതൊന്നും നമ്മളെ പഠിത്തം വെച്ചല്ല തരുന്നത്. ഒരു സ്കോളർഷിപ്പും പഠിത്തത്തിൻ്റെ ഒരു ബേസിലല്ല തരുന്നത്, നമ്മൾ ആനുവൽ ഇൻകം അതൊക്കെ വെച്ചിട്ട് നോക്കിയിട്ടാണ് നമുക്ക് തരുന്നത്. അല്ലാണ്ട് പഠിക്കുന്ന കുട്ടി അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. കാരണം ആനുവൽ ഇൻകം വെച്ചാണ് നമുക്ക് എല്ലാ സ്കോളർഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ജ്വല്ലറി ഡിസൈനാണ് വേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ ഓരോ നിങ്ങൾക്കൊരു ഇഷ്ടം ഉണ്ടാവില്ല, അത് വേണം, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിലേക്കാണ് പോകേണ്ടതെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ കോഴ്സിനെ പറ്റി അന്വേഷിക്കണം. ഏതൊക്കെ ക്യാമ്പസുകളിലാണ് ആ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കുക. കാരണം എല്ലാ ക്യാമ്പസിലും എല്ലാ കോഴ്സും പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ നിങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്യുക. അതൊക്കെ നോക്കിയിട്ട് വേണം ഒരു കോളേജിലേക്ക് പോകാൻ. നിങ്ങൾ ഫുൾ അന്വേഷിച്ചിട്ട് വേണം ഒരു കോളേജിലേക്ക് പോകാൻ. അപ്പോൾ പറ്റുന്നവരോട് ചോദിക്കുക, എന്താ എങ്ങനെയാണെന്നൊക്കെ അവരോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് പോവാം. പിന്നെ വന്നിട്ട് BDSR ഒരു ഇത് വെച്ചെങ്കിൽ ഇപ്പോൾ അവർക്ക് ഫസ്റ്റ് ഇയർ അവർ ഫൗണ്ടേഷൻ ബാച്ചായിട്ടായിരിക്കും ഉണ്ടാവുക. കാരണം ഇപ്പം നിങ്ങളിപ്പോൾ FD ആയാലും KD ആയാലും TD ആയാലും FC ആയാലും നിങ്ങൾ ബാച്ചായി തിരിച്ചിട്ട് ഒരു 1 ഇയർ നിങ്ങൾ ആ ബാച്ചിലായിരിക്കും നിങ്ങൾ ക്ലാസ് ഉണ്ടാവുക. അത് ഫൗണ്ടേഷൻ പ്രോഗ്രാം. അപ്പം നിങ്ങളിപ്പം ഒരു ക്ലാസ്സിൽ തന്നെ FD എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ പിള്ളേരും ഉണ്ടാവും, അങ്ങനെയുണ്ട്. പക്ഷേ ടെക്നോളജിക്കാർക്ക് അങ്ങനെയൊന്നുമില്ല. അവർക്ക് ഫസ്റ്റിലെ അതേ പിള്ളേർ തന്നെയാണ്, ഫസ്റ്റ് സെം തൊട്ട് ലാസ്റ്റ് വരെ അവർക്ക് ഒരേ ആൾക്കാർ തന്നെയാണ്. പിന്നെ ഡിസൈൻകാർക്ക് എന്ന് വെച്ചെങ്കിൽ പിന്നെ അടുത്ത സെക്കൻഡ് ഇയറിലാണ് അവർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുക. അതുവരെ അവർ ഫൗണ്ടേഷൻ ബാച്ചാണ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയറിൽ അവർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകും. പിന്നെ മെയിൻ സംഭവം ഫീസ്. അതായത് മറ്റ് ഗവൺമെൻറ് കോളേജുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല ഫീസ് ഉണ്ട്. പിന്നെ എല്ലാവരും പറയും മെറിറ്റിൽ കിട്ടിയതല്ലേ അപ്പോൾ ഫീസ് കുറവായിരിക്കില്ലേ അങ്ങനെയൊക്കെ പറയും. പക്ഷെ അതൊന്നല്ല, നല്ല ഫീസ് കൊടുത്തിട്ടാണ് പഠിക്കുന്നത്, നല്ല ഫീസ് ഉണ്ട്. ഒരു ഫസ്റ്റ് സെമ്മിൽ തന്നെ ഞാനിപ്പോൾ അടച്ചിട്ടുള്ളത് ഏകദേശം 1,83,000 സംതിങ് 200 സംതിങ് അങ്ങനെ എന്തോ ആണ് ഫസ്റ്റ് സെമ്മിൽ അടച്ചിട്ടുള്ളത്. അത് ഫസ്റ്റ് സെം മാത്രമേ, അത് ഒരു 6 മാസം ആ ഒരു ഇതിൽ മാത്രമാണ് അത്രയും എമൗണ്ട് വരുന്നത്. അത് ട്യൂഷൻ ഫീ മാത്രമായിട്ടാണ് അത്ര എമൗണ്ട് വരുന്നത്. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ സ്റ്റേഷനറി സാധനങ്ങളോ അല്ലെങ്കിൽ ഹോസ്റ്റൽ ഫീസോ മെസ് ഫീസോ അങ്ങനെ ഒരു കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ആവുന്നില്ല. ട്യൂഷൻ ഫീ മാത്രമാണ് ആ ഒരു പൈസയിൽ ഇൻക്ലൂഡ്, ആ ഒരു എമൗണ്ടിൽ വരുന്നത്. പിന്നെ എന്താ വെച്ചാൽ ഹോസ്റ്റൽ ഫീസ്. ഞാൻ ഹോസ്റ്റൽ എടുത്തിട്ടില്ല. ഞാൻ ഫസ്റ്റ് തന്നെ PG ആയിരുന്നു, വേറെ പുറത്തൊരു വീട് എടുത്ത് തന്നതുകൊണ്ട് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് കാര്യങ്ങളെപ്പറ്റി എനിക്ക് അധികം പറഞ്ഞു തരാൻ അറിഞ്ഞുകൂടാ. ഫീസ് എന്തോ വന്നിട്ട് 58,000 സംതിങ് ആയിരുന്നു ഞാൻ ചേരുന്ന ആ സമയത്തുള്ള ഫീസ്. അങ്ങനെ ആയിരുന്നു. പിന്നെ മെസ് ഫീസ് ആണെങ്കിൽ സെം വൈസ് ആണ് അടക്കേണ്ടത്. എന്തോ 14,000 സംതിങ് അങ്ങനെ എന്തോ ആയിരുന്നു അതും വരുന്നത്. പിന്നെ സ്റ്റേഷനറീസ് വാങ്ങാൻ അത് നമ്മൾ തന്നെ വാങ്ങണം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ ഒരു പെൻസിൽ തൊട്ട് എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ വാങ്ങണം. അപ്പം നല്ല പൈസ ചിലവാണ്, എക്സ്പെൻസീവ് ആണ് നിഫ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ. പിന്നെ ഈ ഹോസ്റ്റൽ ഫീസ് വരുന്നത് ഇപ്പം കണ്ണൂരാണ് ഞാൻ പറഞ്ഞത് 58,000. പുറത്ത് എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും നിഫ്റ്റ് കോളേജസിലാണെങ്കിൽ അവിടുത്തെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അവിടുത്തെ ഫുഡിൻ്റെ കാര്യങ്ങൾ അത് അവിടുത്തെ ഓരോരോ ഡിപ്പെൻസ് ആയിരിക്കും നിങ്ങളെ ഫീസ് ഉണ്ടാവുക. അതിപ്പം ചിലപ്പോൾ ഇവിടുത്തെ കണ്ണൂരത്തെ ഫീസ് ആയിരിക്കില്ല, ചിലപ്പം ചെന്നൈ അല്ലെങ്കിൽ അതുപോലെ എവിടെയാണെങ്കിലും ഫീസ് ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ടാവും. അതത് പ്ലേസ് അനുസരിച്ചായിരിക്കും, അവിടുത്തെ സ്ഥലത്തിൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളനുസരിച്ചായിരിക്കും നമുക്ക് എമൗണ്ട് വരിക. പിന്നെ വന്നിട്ട് കുറേ പേര് പറഞ്ഞു നല്ല ക്യാമ്പസ് കണ്ണൂർ നല്ല ക്യാമ്പസാണോ അല്ലെങ്കിൽ മുംബൈയിലും ഡൽഹിയിലൊക്കെ പഠിച്ചാലല്ലേ നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റീസൊക്കെ കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെയൊന്നല്ല. കാരണം നിങ്ങൾ എവിടെ പോയാലും നിങ്ങളെ പെർഫോമൻസ് നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു ഫസ്റ്റ് സെമ്മ് തൊട്ട് ലാസ്റ്റ് സെമ്മ് വരെ നിങ്ങൾ എങ്ങനെയാണ് അവിടെ പെർഫോം ചെയ്യുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിങ്ങൾ അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണ് അതൊക്കെയാണ് അവർ നോക്കുക. അല്ലാണ്ട് ഏത് കോളേജിൽ പഠിച്ചു എന്നല്ല ഒരു കാര്യമില്ല. നമ്മൾ നിഫ്റ്റിൻ്റെ ലാബിൽ തന്നെ നമുക്കൊരു നല്ലൊരു സാധനമാണ്. ആ ഒരു ലാബിൽ നമുക്കുണ്ട് നിഫ്റ്റിയൻസ് എന്നുള്ള. അപ്പോൾ അത് വെച്ചാണ് നമുക്ക് ജോബ് കിട്ടുക. അല്ലാണ്ട് ഇപ്പം കണ്ണൂർ അല്ലെങ്കിൽ ഡൽഹി പഠിച്ച് മുംബൈ പഠിച്ച് അങ്ങനെയൊന്നും വിചാരിച്ചല്ല. നമ്മളെങ്ങനെയാണോ ഫസ്റ്റ് സെമ്മ് തൊട്ട് ലാസ്റ്റ് സെമ്മ് വരെ അവിടെ നമ്മളെ ഒരു പോർട്ട്ഫോളിയോ മേക്കിംഗ് എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ നമ്മൾ നല്ല പോലെ ഉണ്ടാക്കുക. അതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യം. അല്ലാണ്ട് കോളേജിൽ വെച്ചല്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ നിഫ്റ്റിയൻസ് ആണ്. അല്ലാതെ ഇപ്പോൾ നമ്മൾ 6 മാസത്തേക്ക് ഒരു ഫാഷൻ കോഴ്സ് പഠിച്ചിട്ട് ആ ഒരു ലെവലല്ല നമ്മൾ.
പിന്നെ എന്താ വെച്ചാൽ കുറേ പിള്ളേർ ചോദിക്കുന്നുണ്ട് നല്ലപോലെ വരക്കാൻ അറിയണോ, എനിക്ക് അങ്ങനെ വരക്കാനൊന്നും അറിഞ്ഞൂടാ. അപ്പം സംഭവം എന്താ വെച്ചാൽ BF ടെക്കിലാണെങ്കിൽ അധികം വരക്കാൻ അറിയണമെന്നൊന്നുമില്ല. ജസ്റ്റ് അല്ലറ ചില്ലറ അറിഞ്ഞാൽ മതി. അങ്ങനെ വലിയ അറിയണമെന്നൊന്നുമില്ല, വരക്കാനൊന്നും അറിയണമെന്നൊന്നുമില്ല. ഡിസൈൻ ആണെങ്കിൽ തന്നെ നിങ്ങൾ വലിയ ആർട്ടിസ്റ്റൊന്നും ആവേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളെ ഡിസൈൻസ് കൺവേ ചെയ്യാനും നിങ്ങളെ ആശയങ്ങൾ പങ്കുവയ്ക്കാനും വേണ്ടിയിട്ടാണ് അവർ ഈ സംഭവം പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം വരക്കാൻ അറിയുന്നത് മതി, ആ ഒരു സ്കിൽ. പിന്നെ ഒന്നാമത് കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ പഠിപ്പിക്കുക. ഫൗണ്ടേഷൻ ബാച്ചിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പഠിപ്പിക്കുക. അപ്പോൾ തന്നെ നിങ്ങളെ എന്താ സ്കിൽസ് ഡെവലപ്പ് ചെയ്യും. ഫൗണ്ടേഷൻ ഇയറിൽ തന്നെ നമ്മളെല്ലാം സെറ്റാക്കി തരുന്നുണ്ട്. ഡിസൈൻകാർക്ക് ഡ്രോയിങ് സ്കിൽസൊക്കെ സെറ്റാവും. എന്താ അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്ത് പരിചയമാകുന്ന സമയത്ത് അതൊക്കെ നിങ്ങൾക്ക് സെറ്റായിട്ട് വരും. അതൊന്നും ആലോചിച്ച് ആരും പഠിക്കേണ്ട ആവശ്യമില്ല, വലിയ ആർട്ടിസ്റ്റൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വരക്കാൻ അറിഞ്ഞാൽ മതി എന്നാണ് എൻ്റെ ഒരു അറിയിപ്പ്. കാരണം എനിക്ക് ചെറുങ്ങനെ വരക്കാൻ അറിഞ്ഞോളൂ. പിന്നെ ഒന്നാമത് ഞാൻ BF ടെക്കുമാണ്. എനിക്കങ്ങനെ വരക്കേണ്ടത് അലർച്ചില്ലാതെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അങ്ങനെയുള്ളൂ. അല്ലാണ്ട് BDSAരെ പോലെ നമുക്ക് അത്ര വരക്കാനില്ല. എങ്ങനെയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ എൻ്റെ +2 എക്സാം ഞാൻ റിപ്പീറ്റൊന്നും പോയിട്ടില്ല. ഫസ്റ്റ് ട്രയൽ തന്നെ എങ്ങനെയോ കിട്ടി, ലക്കിൽ എങ്ങനെയോ കിട്ടി. ഞാൻ അധികം നോക്കി പഠിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ നോക്കിയത് ക്രിയേറ്റീവ് എഡ്ജ് ബൈ ടോപ്പ് റാങ്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് ഞാൻ അധികം ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്തത്. പിന്നെ ആമസോണിൽ ഒരു ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് നിഫ്റ്റിൻ്റെ തന്നെ. അപ്പോൾ അതൊക്കെ നോക്കി ഒരു 3-4 മാസത്തെ പ്രിപ്പറേഷനിലാണ് എനിക്ക് കിട്ടിയത്. അപ്പം നിങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല, അപ്പോൾ എനിക്ക് കിട്ടൂല അങ്ങനെ വിചാരിച്ച് നിൽക്കരുത്. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ തുടങ്ങാം. ഓക്കെ, കിട്ടാണ്ടൊന്നും പോവില്ല. അപ്പോൾ ഈ വീഡിയോയിൽ കൂടെ ഞാൻ കുറേ സംശയങ്ങൾ ഞാൻ തീർത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.